ഈ വന്നിട്ട് കുറെ സമയമായോ? എന്താ ഞാൻ നിങ്ങള് ഇങ്ങോട്ട് വിളിച്ചോ ആള് കഴിഞ്ഞ സ്ഥലത്തേക്ക്? ഒന്നുമല്ല, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. അതി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാനിതിങ്ങനെ എടുത്ത് ആലോചിച്ചപ്പോൾ നമ്മളിപ്പോൾ ഇപ്പാക്കൊരു 85ഓളം വയസ്സായി. മാത്രമല്ല പലയിടത്ത് കുറേ ആളുകൾ നൂലും വെള്ളമൊക്കെ ഊരി അത് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. നമുക്കെപ്പോഴും പട്ടിണിയും പാരാബ്ദങ്ങളൊക്കെ തന്നെയാണ്. ഉപ്പാക്കാണെങ്കിൽ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നും മുക്കടിയൊക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കും വേണം. അപ്പോൾ നമുക്കത് എല്ലാ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമുക്ക് അവിടുത്തെ മറ്റേ മുസ്ലിംരെ വലിയൊരു ബോർഡ് വെച്ചിരിക്കണം. ഉറൈസി ഉബൈസി എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു പേരിൻ്റെ ഒപ്പം വേറെ കൂട്ടിക്കാണ്ട്. പിന്നെ മറ്റുള്ള സമുദായക്കാരുടെ എല്ലാവരും ചേത്തൻ സേവ, കുട്ടിച്ചേത്തൻ സേവ എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്തേക്ക് ബോർഡെന്നൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എത്ര വർഷമായി നൂലും വെള്ളം കൊടുക്കാണ്ട്? നമുക്കൊരു ബോർഡോ കാര്യങ്ങളോ നല്ലതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ രഹസ്യമായിട്ട് ഈ ഞാൻ മാത്രം അറിയേണ്ട പ്രശ്നമാണ്. കേൾക്കുക, ആരോടും പറയും ചെയ്യരുത്. നമുക്ക് നമ്മുടെ ഉപ്പാനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 85 വയസ്സായില്ലേ, ആ TV കണ്ട പോലെ തന്നെ നമ്മുടെ മക്ബറ ഒന്ന് കെട്ടിപ്പൊന്തിച്ചിട്ട് ഒരു പച്ചക്കണ്ടൊക്കെ ഇട്ട് നമുക്ക് ആ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ അത് എനിക്കും നമ്മുടെ കുടുംബത്തിനും വലിയൊരു സാമ്പത്തിക സോഴ്സ് ഉണ്ടാക്കാൻ പറ്റും. എത്തപ്പോ ഇജ്ജ് പറയണത്? പിന്നെ ഉപ്പാനെ കൊല്ലിയേ? നമുക്ക് പണം വേണം എന്നുള്ളതിന് വാപ്പാനെ കൊല്ലുക, എന്നിട്ട് സമാധി ആക്കുക അല്ലെങ്കിൽ ജാറുണ്ടാക്കുക എന്ന് പറഞ്ഞാല് അതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യമാണ്? അല്ലെ ഇപ്പൊ ചിന്തിക്കാൻ പറ്റിയ കാര്യം? അപ്പൊ അതൊക്കെ ചിന്തിക്കണ്ടെങ്കിൽ ചിന്തിക്കണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാനേ പറ്റുള്ളൂ. ഈ നാട്ടുകാർക്കൊക്കെ മരുന്ന് പിന്നെ നൂലൂതിയും മന്ത്രം ചൊല്ലിയും കൊടുക്കുന്ന ഒരാളാണ് നമ്മളെ വാപ്പ. ആ വാപ്പാനെ കൊണ്ട് ഈ നാട്ടുകാർക്ക് മുഴുവൻ ഉപകാരമുള്ള ഒരാളാണ്. നാട്ടുകാർക്ക് ഗുണമുണ്ട്, ഞമ്മക്ക് വല്ല ഗുണമുണ്ടാവും. എനിക്കും ഗുണമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമ്മളെ കുടുംബത്തിനും ഗുണമുണ്ടല്ലോ. ഇന്നും കടം പാരാബ്ദങ്ങളൊക്കെയാണ്. എനിക്ക് വേണമെങ്കിൽ സംഭവിച്ചാൽ മതി. മറ്റു സമുദായക്കാരുണ്ട്, ഓലാണ് എൻ്റെ ആളുകൾ, ഞങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയം ഉണ്ടാക്കി ഒന്നുമില്ല. ഇനി പിന്നെ മാതി പൊളിച്ച് ഒരു ഇതാക്കി വെച്ചിട്ട് 2-3 ദിവസം നമ്മളൊരു കാരണവശാലും ആ ബോഡി ഒരു കാരണവശാലും തുറപ്പിക്കാനായിട്ട് ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുറക്കാം. പിന്നെ ആ കരിഞ്ഞ് പോയിട്ടുണ്ടാവും. എങ്ങനെ മരിച്ചു, എന്താ മരിച്ചു എന്ന് ആർക്കും ഒരു പിടുത്തം ഉണ്ടാവും. അത് നമ്മളെ മറ്റു സമുദായക്കാരാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഓരാണ് നമ്മളെ പിന്നെ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി എന്നിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതിനൊരു 10-15 ചെക്കന്മാർ കോയും ചായയും വെള്ളമൊക്കെ കൊടുത്തുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. നമ്മുടെ സമുദായക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കച്ചറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ ഏറ്റു. എനിക്കും നമ്മളെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ വരില്ല, ഞാൻ ഇപ്പാക്ക് എന്നോട് വലിയ താല്പര്യമില്ല. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ കുടുംബം എല്ലാവരും രക്ഷപ്പെടും. മരുന്നല്ലേ കുറച്ച് നേരത്തെ തന്നത്? മരുന്ന് അത് ഇൻസുലിൻ അല്ലേനോ? ഞാൻ കുടിച്ചല്ല മരുന്ന്. മരുന്ന് തന്നിട്ടില്ലേ നേരത്തെ? ഉമ്മ നാളില്ലല്ലോ, ഉമ്മൊക്കെ പോയില്ലേ? ഓരിപ്പോ എന്തിനാ അങ്ങോട്ട് പോയി? പിന്നെ ഒറ്റക്കാക്കി പോലെന്താ കുഞ്ഞാളോടെ തക്കാരുണ്ടായിരുന്നു പോയിക്കല്ലേ? നിങ്ങളോട് പറഞ്ഞിട്ടില്ല? അപ്പൊ ഞാൻ പറഞ്ഞു ഓളിപ്പോ പറഞ്ഞിട്ടടി അതായോ പെണ്ണിന്റെ പോയിട്ടാവോ? എന്റെ പെണ്ണുകളും പോയോ? ആ ഓളോടക്ക് തന്നെ പോയിക്കണതേ. ഒരു പോയി ഒന്ന് കടക്കണം കുട്ടി. കടക്കണോ? കടക്കണ്ടേ? നമുക്ക് പുറത്തൊന്നും പോയിക്കാണ് കുറച്ചു നേരം കാറ്റുള്ള. പുറത്തോ? ആ പുറത്ത് എവിടെയും പോയി കുത്തിറക്കാണ് കുറച്ചു നേരം കാറ്റുള്ള നമുക്ക്. അത് പെണ്ണിനപ്പൊ പുറത്ത് കാറ്റുള്ള. ഞാൻ പിടിച്ചോളാം, അത് പോവാ കേട്ടോ. വെള്ളം നീച്ചോളി. എവിടേക്കാ കൊണ്ടുപോണത്? കാറ്റ് കൊള്ളാൻ കുത്തിരിക്കാനാണ് പറഞ്ഞില്ല നിങ്ങളോട്. ആശുപത്രിക്ക് നമ്മള് പോയില്ലപ്പോ. ആശുപത്രിക്കല്ലേ കാറ്റ് കൊള്ളാനാ പോണത്. എത്ര വട്ടായി ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയണു. ചാരി കുത്തിരിക്കി ഇപ്പോ കഴിഞ്ഞോ? ഇപ്പൊ എന്തിനാപ്പൊ ഇവിടെ കൊടുന്ന്? കാറ്റുള്ളാണല്ലേ? കാറ്റില്ലേ? ആ പറക്കണ്ട്. ഇവിടെ വെച്ചോ, ഇങ്ങനെ വെച്ചോ കാണി. കഥപ്പുണ്ട് നിങ്ങക്ക്? അവിടുന്ന് നടന്നല്ലേ? അതിന്റെ ഒരു കഥ ഒക്കെ ഉണ്ട്. ഉണ്ടല്ലേ? സാറില്ല, അതൊക്കെ മാറിക്കോളും കേട്ടോ. വെള്ളം എടുത്ത അവിടുന്ന് ഉമ്മ അവിടെ ഇല്ലേ? അപ്പൊ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞപ്പോ ഞാന് ഉമ്മ കുഞ്ഞാളോട് പോയിക്കാണേ. അതേ
എന്താ ഇപ്പൊ കുഞ്ഞോലം പോയില്ലേ? ആ കുഞ്ഞോള് പോയിക്കാണ്. കുഞ്ഞാക്ക ഇതെന്താ ഫോണടിച്ചിട്ട് എടുക്കാത്തത്? ഞാൻ ഇജ്ജ് പറഞ്ഞ മാതിരി കാട്ടിക്കാണ്ട് ഇവിടെ നിക്കുമ്പോ എന്താ ഫോണടിച്ചിട്ട് എടുക്കാത്തത്? ഇവേ വാ, കുറച്ച് ചന്ദനത്തിനും കുന്തിരിക്കൊക്കെ കൊടുന്നോ. ഞമ്മടെ കഴിഞ്ഞിട്ടല്ല ഉമ്മാനി ഓളൊക്കെ ഇവിടുന്ന് പറഞ്ഞയച്ച് ആലോചിച്ചാൻ വെച്ച. ഇവേ വാ, എന്താ ആലോചിച്ചിട്ട് പേടിയാവുന്നുണ്ട്. വേ വാട്ടോ.